എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ ഒരിക്കലും കഴിയില്ല, തെളിവുണ്ടെന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ നീല നിറത്തിലുള്ള കിളിയെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും അളക്കാൻ കഴിയുന്നതല്ല. അളന്നെടുക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു. ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യത്തിനായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾക്കും വെറുപ്പില്ല, കാരണം നിങ്ങളത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ബന്ധത്തെ തച്ചൊടുക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതെല്ലാം അവിശ്വസിച്ചുകൊണ്ടാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തി കേവലം നിങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരുന്നതാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുവാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ തെളിഞ്ഞും ഒളിഞ്ഞും ചെയ്തിട്ടുണ്ട്. അവർ ഉദ്ദേശിച്ചത് ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കരുതെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആദ്യ സമയത്തുള്ള പ്രവർത്തനങ്ങൾ മൂലം ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾ ആ കാര്യം വിട്ടുകളഞ്ഞ മട്ടായി. അതായത്, ഈ വ്യക്തി എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല, ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ സംശുദ്ധിയും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പതുക്കെ പിന്മാറി. നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വിലക്കിയ ആളുകളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ബന്ധം പെട്ടെന്ന് വഷളാകുകയുണ്ടായി. കാരണം അവർ ഓരോ കാര്യത്തിലും എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പ്രവർത്തിച്ചത് എന്ന് ആ വ്യക്തിക്ക് കൃത്യമായി അറിയാനും അനുമാനിച്ചെടുക്കാനും കഴിഞ്ഞു. അവർ സ്വാർത്ഥതയുള്ളവരായിരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തച്ചുടക്കാൻ ശ്രമിച്ചതിൽ അവർക്ക് ചില സ്വാർത്ഥതകളുണ്ടായിരുന്നു. ആ സ്വാർത്ഥതകളിലൂടെയാണ്, അല്ലെങ്കിൽ ആ സ്വാർത്ഥത മൂലമാണ് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ നോക്കിയത്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കല്ലുകടിയായിട്ട് അവർ കണ്ടു, ആ വ്യക്തികൾ. അതുകൊണ്ടാണ് ആ വ്യക്തികൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ നോക്കിയത്. അവർക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടുന്നതും നിങ്ങളങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് പോകുന്നതും ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ എപ്പോഴും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റി നിർത്താനാണ് ആഗ്രഹിച്ചത്. അവർക്കതിൽ ചില അജണ്ടകളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഇനി നിങ്ങളില്ലാതെ കഴിയില്ല. കാരണം ഇത് ആ വ്യക്തി സ്വന്തം ഇഷ്ടത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. നിങ്ങളെത്ര നല്ല വ്യക്തിയാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങളെത്ര സംശുദ്ധിയോടുകൂടിയാണ് ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ പ്രണയത്തിന് എത്രമാത്രം ആഴമുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രണയം എത്രമാത്രം നല്ലതായിരുന്നു എന്ന് ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കി. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങളോട് ഒരിക്കലും മായാത്ത, ഒരിക്കലും ആർക്കും തച്ചുടക്കാൻ കഴിയാത്ത ഇഷ്ടമാണ്, പ്രണയമാണ്. നിങ്ങളെ പ്രണയിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാൻ ഇനി ആർക്കും സാധിക്കില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും നേടിയെടുക്കാനല്ല, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള കളങ്കമില്ലാത്ത പ്രണയം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്. രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചൊരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആദ്യകാലത്ത് നിങ്ങളെയും ഈ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചു. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ അവർക്കൊരു കണ്ണുണ്ടായിരുന്നു. ഇത് നിങ്ങളെയും ഈ പറയുന്ന വ്യക്തിയെയും തമ്മിൽ അകറ്റാനായിട്ട് അവർ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിക്കുന്ന ആരോ നിങ്ങളിൽ അവർക്കൊരു കണ്ണുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് സ്വന്തമാക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തിയെ പറ്റി ഒരുപാട് മോശമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ആ വ്യക്തി മോശമാണെന്നും കൊള്ളില്ലാത്ത വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു വരുത്തുകയുണ്ടായി. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ വെറുത്തു. നിങ്ങളോട് സ്വാധീനിച്ച് പറയാൻ ശ്രമിച്ച ആളുകളെ വിശ്വസിച്ചു.
ആ ആളുകളോടുള്ള വിശ്വാസം കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച്, നിങ്ങളെ സ്നേഹിച്ച ഈ വ്യക്തിയെക്കുറിച്ച് തെറ്റായ ഒരു അഭിപ്രായം, തെറ്റായ ഒരു മാനസിക നിലയാണ് മനസ്സിൽ സൂക്ഷിച്ചത്. പക്ഷേ ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ വെറുപ്പായിരുന്നു. പക്ഷേ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആ വ്യക്തി ഒരുപാട് കാത്തിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിച്ച ആളുകളേക്കാൾ കൂടുതൽ നിങ്ങളോട് സ്നേഹവും നിങ്ങളോട് ഇഷ്ടവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. ആ ഇഷ്ടവും സ്നേഹവും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങളതിനെ അനുവദിച്ചില്ല. നിങ്ങൾ കൃത്യമായി നല്ലത് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷേ എന്നിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. നിങ്ങൾ ഒരുപാട് അവഗണിച്ചു ആ വ്യക്തിയെ. ഓരോ നിമിഷവും ആ വ്യക്തിയെ അവഗണിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ വ്യക്തിയുടേക്കുള്ളൊരു സ്നേഹം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു, സ്വാർത്ഥത കൊണ്ട്. അങ്ങനെ ആഗ്രഹിച്ചവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാതിരുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങളിത് തിരിച്ച് സ്നേഹിക്കില്ല എന്നറിഞ്ഞിട്ടും തൻ്റെ ഉള്ളിലെ സ്നേഹം കുഴിച്ചു മൂടാൻ ആ വ്യക്തി തയ്യാറായില്ല. ആ വ്യക്തി കാത്തിരുന്നു നിങ്ങൾക്കായി. അങ്ങനെ നിങ്ങൾക്ക് നേർബുദ്ധി പറഞ്ഞു തരാനാണ്, നിങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളെ വഞ്ചിച്ചവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടെത്തി. അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളെ കണ്ടെത്തിയപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിച്ചത് നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തിയെക്കുറിച്ചാണ്. ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് വെറുപ്പായിരുന്നു ആ വ്യക്തിയെ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴും എപ്പോഴും ഈ ലോകം അവസാനിക്കുന്നത് വരെ നിങ്ങളോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി ജീവിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാൻ ആർക്കും കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ സ്നേഹം അത്രത്തോളം ആത്മാർത്ഥമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത്രകാലം അവഗണനയോടെ കാത്തിരുന്നപ്പോഴും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാണെന്നും അറിഞ്ഞപ്പോൾ ആ പഴയ കാലത്തെ ഒരു പരിഭവങ്ങൾക്കും ഒരു സാധ്യതയും കൊടുക്കാതെ, ഒരു പരിഭവങ്ങളും മനസ്സിൽ സൂക്ഷിക്കാതെ ആ വ്യക്തി കൃത്യമായിട്ട് കടന്നുപോയി. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം നിങ്ങളിലേക്ക് വാരിക്കോരി തരാൻ ആ വ്യക്തിക്ക് വെമ്പൽ കൊള്ളുകയാണ്. ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ആ വ്യക്തിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. തുടർച്ചയായ അവഗണനകളുണ്ടായിട്ടും നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി മരണം വരെ നിങ്ങളെ സ്നേഹിക്കും. ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അത് ആ വ്യക്തിക്ക് തന്നെ അറിയാം. ഒരുപാട് ഹൃദയത്തിൽ ആഴത്തിലുള്ള സ്നേഹമാണ് ആ വ്യക്തി നൽകുന്നത്. ആ വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ നിങ്ങളെ എത്രത്തോളം ഉണർത്തുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത്, എല്ലാ വെല്ലുവിളികളിൽ നിന്ന് നിങ്ങളെ ആ സ്നേഹം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാണ്. ഒരിക്കലും ആ സ്നേഹം കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.